മടിയിൽ കിടന്ന് മരിക്കാമല്ലോ. മകൾക്ക് വീടെടുത്തു കൊടുത്ത് ഭർത്താവിനെ ഒപ്പം താമസിപ്പിച്ചിരിക്കുന്നതേ കരുണാകരക്കുറുപ്പാ. മനോജിന്റെ സ്വഭാവത്തില് എന്തെങ്കിലും മാറ്റമുണ്ടായി അവനൊന്ന് നന്നായി കാണാനാ കുറുപ്പ് ചെയ്തത്. അമ്മയുടെ ചുമതല കൂടി എന്റെ തലയിലായാൽ പിന്നെ മനോജിന് പിന്നെ യാതൊരുവിധ ഉത്തരവാദിത്വമില്ലല്ലോ. ഭാര്യയുടെ ചെലവിന് ദൂർത്തടിച്ച് താൻ തോന്നിയിട്ട് കഴിയും. അമ്മയെ കൊണ്ടുവന്നത് വഴി സ്വന്തം മകൻ നന്നാവാനുള്ള ഒരു വഴി കൂടിയാ നിങ്ങൾ നശിപ്പിച്ചത്. ഭാര്യയെ കൂടെ കൂട്ടിയപ്പോ മകന്റെ ജീവിതം പാതാളത്തിലായില്ലേ? ആയിരിക്കാം. മകനെ നന്നാക്കാനുള്ള വഴി അച്ഛൻ നോക്കുന്നത് പോലെ അനുജനെ നന്നാക്കാനുള്ള വഴി ചേട്ടനും നോക്കാം. കണക്കറ്റ സമ്പാദ്യമുള്ളവനല്ലേ നീ? അനുജനെ കൂടി ഒന്ന് ചേർത്ത് പിടിക്കാൻ നോക്കടാ. മകന്റെ ധർമ്മം മറന്ന നിനക്ക് തന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയെന്ന നിർവൃതി ഉണ്ടാവും. വായന്ത്രിയ മിണ്ടരുത്. ചിലപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. മാധവൻ പ്രകാശന്റെ അച്ഛനാ. നീ മാധവൻ നായരുടെ തന്ത കളിക്കണ്ട. വായന്ത്രിയ അമ്മായിമ്മയെ ക്ഷണിക്കാൻ പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഭർത്താവിനോട് അനുവാദം ചോദിച്ചില്ല? കാരണം അച്ഛൻ പറഞ്ഞത് തന്നെയാ. അമ്മയുടെ ജഡം കാണുന്നതിനേക്കാൾ ഭേദം ജീവനുള്ള മുഖം കാണുന്നതാ. നിക്കടേ. ആദ്യം നീ അറുമുഖത്തിന്റെ കോള് കട്ട് ചെയ്തു, പിന്നെ സ്വിച്ച് ഓഫും ചെയ്തു. അറുമുഖത്തെ ഒഴിവാക്കാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടി? നിങ്ങളുടെ പണവും പലിശയൊക്കെ ഞാൻ മടക്കി തന്നതല്ലേ? എന്നിട്ട് ഇനി എന്താ നിങ്ങക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് നിന്നെയാ. പിടിച്ച് കേട്ടടാ വണ്ടിയില്. അമ്മേ വീടോ, അമ്മേ വീടോ, ആണുങ്ങൾ ആരും ഇല്ലാത്ത വീട്ടിൽ കയറി വന്ന് നെറുകേട് കാണിക്കുന്നോ? നിനക്ക് തരാനുള്ള മുതലും പലിശയൊക്കെ ഈ കുഞ്ഞു തന്നു തീർത്തതല്ലേ? ആര് പറഞ്ഞു? മുതല് തന്നു, പക്ഷെ പലിശ കൂടി കിട്ടണം, എന്നാലേ മുതലാവൂ. കള്ളാണെങ്കിലും അത് തരാം. നാളെ ഒരു ദിവസത്തേക്ക് സമയം തരണം. കൊള്ളാം. അതിനിടയ്ക്ക് നിനക്കൊക്കെ ഇവിടുന്ന് മുങ്ങാനല്ലേ? നടക്കില്ല. പിടിച്ച് വണ്ടി കേട്ടടാ. നിന്നെ അവിടെ സ്ത്രീകളോട് എന്തോ ആകാന്നാണോ? അവര് പണം തരാന്ന് പറഞ്ഞല്ലേ? മീനാക്ഷിയെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല.
ജഗനകത്തുണ്ടെന്നാ തോന്നുന്നേ. ജഗൻ നല്ല ഉറക്കത്തില. കുറച്ചു കഴിഞ്ഞ് ഉറക്കം ഉണരുമ്പോ അവൻ വന്ദനയുടെ മുറിയിലേക്ക് പോകും. ആ പ്ലാൻ നടക്കരുത്. ശരിയാക്കി തരാടാ. അങ്ങനെ ജഗനെ പൂട്ടിയിട്ടെന്ന ധാരണയിൽ രണ്ട് ദുരന്തങ്ങൾ ഉറങ്ങാൻ പോയി. ഇനി ജഗന്റെ സമയമാണ്.